നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ മഴക്കാലവും നമുക്ക് നൽകുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകൾ. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ പയ്യാനിത്തോട്ടത്തുണ്ടായ ഉരുൾപൊട്ടൽ. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഭീതിതമായ നിലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടലിൽ കാലിന് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ജോസഫിൻ എന്ന ചെറുപ്പക്കാരൻ മരിക്കുന്നു. ജോസഫിൻ്റെ അമ്മയെ തേടിയായിരുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകൾ ദുരിതാശ്വാസ പ്രവർത്തകർ ആ മേഖലയിൽ അന്വേഷിച്ചത്. മണിക്കൂറുകൾ നീണ്ട ദുഷ്കരമായ തിരച്ചിലിനൊടുവിൽ അമ്മയുടെയും മൃതദേഹം ലഭിച്ചു. പുലർച്ചെ 7 മണിയോടെയാണ് ജോസഫിൻ്റെ മൃതദേഹം ആദ്യം ലഭിക്കുന്നത്. തുടർന്ന് കോൺക്രീറ്റ് പാളികൾ മുറിച്ചു നീക്കി നടത്തിയ 5 മണിക്കൂർ നീണ്ടുനിന്ന തീവ്രമായ പരിശ്രമം. ഒടുവിൽ ജോസഫിൻ്റെ അമ്മ റെജീനയുടെ മൃതദേഹം പുറത്തെടുത്തു. നാട്ടുകാർ തേങ്ങിക്കരയുകയായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. കല്ലും മണ്ണും വന്ന് മൂടി. രക്ഷാപ്രവർത്തനത്തിന് ഇത് വലിയ വെല്ലുവിളിയായി. വീട് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറുമൊരു മൺകൂന മാത്രമാണ് അവശേഷിക്കുന്നത്. ഉരുൾപൊട്ടലിൻ്റെ ശക്തിയിൽ 10 മുതൽ 12 മീറ്റർ ദൂരത്തേക്ക് വീട് ഒലിച്ചുപോയി. അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നുപോലും ഇപ്പോൾ വിശ്വസിക്കുക വയ്യ. ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ റെജീനയും മകൻ ജോസഫിനും മാത്രമായിരുന്നു വീട്ടിൽ. പുലർച്ചെ 2 മണി. റെജീനയുടെ ഭർത്താവ് ജോണി സമീപത്തെ വയോധികൻ്റെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയിരുന്നു. മറ്റൊരു മകൻ ജോലിക്കായി എറണാകുളത്ത്. ദുരന്ത വാർത്ത അറിഞ്ഞോടിക്കൂടിയ ബന്ധുക്കളും നാട്ടുകാരും പൊട്ടിക്കരയുന്നത് കണ്ടു നിൽക്കാൻ ആർക്ക് കഴിയുന്നില്ല. 5 ഫയർഫോഴ്സ് യൂണിറ്റുകളും 4 JCBകളും ഉപയോഗിച്ചാണ് മണ്ണും കല്ലും നീക്കം ചെയ്തത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത. മഴക്കാലത്ത് കേരളത്തിൽ ഒരു പേടി സ്വപ്നമാണ് ഇത്തരം ഉരുൾപൊട്ടലുകൾ. 2 വർഷങ്ങൾക്ക് മുൻപ് വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ. എത്രയെത്ര ഭീതിതമായ ഓർമ്മകളാണ് ഓരോ മഴക്കാലവും നമുക്ക് അവശേഷിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇക്കഴിഞ്ഞ രാത്രി വ്യാപകമായ ഉരുൾപൊട്ടലുണ്ടായി. കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 4 പേരാണ് ഉരുൾപൊട്ടലിൽ ശനിയാഴ്ച മരിച്ചത്. അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ സുമതി എന്ന വീട്ടമ്മയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കിട്ടി. അടൂർ മല സ്വദേശി രവിയുടെ ഭാര്യയാണ് സുമതി. മൃതദേഹം വീട് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 500 അടിയോളം താഴെയാണ് രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്നത്. മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന മണ്ണും കല്ലും ആ പ്രദേശത്തെ ഒന്നടങ്കം തകർത്തെറിഞ്ഞു. ജോസഫിൻ ജോണിയുടെ പ്രായം 24 വയസ്സ് മാത്രം. നേരത്തെ കൊച്ചിയിൽ വെച്ചൊരു ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് അവൻ വിശ്രമത്തിലായിരുന്നു. ജോണിയുടെ 2ാമത്തെ മകനാണ് ജോസഫിൻ. ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാൻറ്റീൻ ജീവനക്കാരൻ. 1 മാസം മുൻപ് ഈരാറ്റുപേട്ടയിൽ വച്ചുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്കേറ്റു. തുടർന്ന് വീട്ടിൽ വിശ്രമത്തിൽ. അമ്മ റെജീന പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂളിലെ ജീവനക്കാരി. അച്ഛൻ ജോണി സ്കൂൾ ബസ് ഡ്രൈവറാണ്. ഇളയ പെൺകുട്ടി സഹോദരിയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇടമല ഭാഗത്തു നിന്നാണ് ഉരുൾ വന്നത്. സാധാരണ ഉരുൾപൊട്ടാത്ത പ്രദേശമാണിതെന്ന് നാട്ടുകാർ പറയുന്നു. തൊടുപുഴയ്ക്ക് സമീപം 2ഇടത്താണ് ഉരുൾ പൊട്ടിയത്. മുട്ടം ചള്ളാവയലിലും അടൂർ മലയിലും. പത്തനംതിട്ട തൂമ്പാക്കുളത്തും ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നു. കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് മഷിക്കല്ലിൽ രവി നാരായണൻ്റെ ഭാര്യ സുമതി മരിച്ചത്. ഇവരുടെ മകൻ രതീഷിനെ പരിക്കുകളോടെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ മലയോര പ്രദേശങ്ങളിൽ നിർത്താതെ അതിശക്തമായ മഴ പെയ്തിറങ്ങുന്നു. മണിമലയാർ കരകവിഞ്ഞ് ഇരുഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയം പൊൻകുന്നം ചെറുവള്ളി സെൻറ് മേരീസ് പള്ളി പാരീഷ് ഹാൾ അടക്കം വെള്ളത്തിനടിയിൽ. മൂവാറ്റുപുഴ ആറിലും തൊടുപുഴ ആറിലും ജലനിരപ്പ് അപകടനില പിന്നിട്ടു. കാളിയാറിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് ഇപ്പോൾ നില പിന്നിട്ട അവസ്ഥ. സംസ്ഥാന ജലസേചന വകുപ്പ് വളരെ ശക്തമായ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നു. അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് സംസ്ഥാന ജലസേചന വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. എറണാകുളം മൂവാറ്റുപുഴ ആറ്, കൊല്ലം കല്ലടയാർ, കോട്ടയം മീനച്ചിലാർ, മണിമലയാർ, പത്തനംതിട്ട പമ്പ, അച്ചൻകോവിലാറുകൾ, ഈ നദികളുടെ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെയും. ഒപ്പം നിർത്താതെ പെയ്യുന്ന മഴയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.